Honey, I'm home. Hello, ഞാൻ സംഗീത എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ലാസ്റ്റ് വീക്ക് ഞാൻ ചിക്കൻ ടിക്ക റെസിപ്പി പോസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രിഞ്ചോൾ ടിക്ക ഗ്രേവി വെജിറ്റേറിയൻ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യും. സോ ഇന്നത്തെ റെസിപ്പിയിൽ ബ്രിഞ്ചോൾ ടിക്ക ഗ്രേവി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. റെസിപ്പി നല്ല ഡിഫറെൻ്റ് ആണ്. സോ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആകുമ്പോൾ ഷോക്ക്ഡ് ആവരുത്, പക്ഷെ നല്ല ടേസ്റ്റി ഗ്രേവിയാണ്. ആൻഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാക്ട്ലി ഒരു ടിക്ക ഗ്രേവീൻ്റെ ഒരു മസാലേൻ്റെ ടേസ്റ്റാണ് ഉണ്ടാവുക. ഇത് കഴിച്ചു നോക്കിയാൽ ആർക്കും മനസ്സിലാവില്ല ഇത് ബ്രിഞ്ചോൾ വെച്ച് ഉണ്ടാക്കിയ ഒരു ഗ്രേവിയാണ്. സോ ഭയങ്കര ഈസിയാണ് വെജിറ്റബിൾസ് സ്നീക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗ്രേവിയിൽ. ഈ ഗ്രേവി ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ് ഈ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് നിങ്ങൾക്ക് ബ്രിഞ്ചോൾ ഫ്രൈ ചെയ്തിട്ട് ഇടാൻ പറ്റും കഷ്ണങ്ങളായിട്ട്, ഇല്ലെങ്കിൽ പൊട്ടേറ്റോ ഫ്രൈ ചെയ്തിടാൻ പറ്റും, അല്ലെങ്കിൽ കോളിഫ്ലവർ, പനീർ. സോ അങ്ങനെയാണെങ്കിൽ ഒരു ഗ്രേവി കംപ്ലീറ്റ് ആവും. എന്തെങ്കിലും കടിക്കാനില്ല അപ്പം അല്ല ഒരു ഗ്രേവി കംപ്ലീറ്റ് ആവുക. സോ അങ്ങനത്തെ ഗ്രേവി ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം നോൺ വെജിറ്റേറിയൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ചിക്കൻ വേണമെങ്കിൽ ബേക്ക് ചെയ്തിട്ടും ഇടാൻ പറ്റും. ഒരു പാനിനെ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയ ശേഷം ലോ ഫ്ലെയിം ആക്കിയിട്ട് 1 ടീസ്പൂൺ ക്യൂമിൻ സീഡ് ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു ഏലക്കായ്, ഒരു ഗ്രാമ്പു, 1/2 ഇഞ്ച് പട്ട, 1 ടേബിൾ സ്പൂൺ പീനട്ട്, 12 കാശുവണ്ടി, 1 ടേബിൾ സ്പൂൺ മല്ലി, 5 എരു കുറവില്ല ചില്ലി. ഇനി ലോ ഫ്ലെയിമിൽ ഇതിനെ നല്ലോണം സോത്തേ ചെയ്തെടുക്കണം. സോ ഇത് നല്ലോണം ഡ്രൈ റോസ്റ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനൊന്ന് കുറച്ച് കൂളേറിയ ശേഷം ഇതിനെ നല്ലോണം പൊടിച്ചെടുക്കണം. സോ ഞാൻ 2 ബ്രിഞ്ചോൾ എടുത്തിട്ടുണ്ട്. അതിന് നല്ലോണം വലിയ ഒരു ചങ്ക്സ് ആയിട്ട് മുറിച്ചിട്ട് അതിനെ വെള്ളത്തിലൊന്ന് കുറച്ചൊന്ന് നല്ലോണം കഴുകിയിട്ട് അതിനെ ഡ്രൈ ചെയ്തെടുക്കാം. ഇനി കുക്കിംഗ് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ പാർത്ത് കൊടുക്കാം. ഓയിൽ ചൂടായ ശേഷം ജിഞ്ചർ ഇട്ട് കൊടുക്കാം. വലിയ ചങ്ക്സാണ് ഈ ആടുന്നത്, കുഴപ്പമില്ല. എന്താ വെച്ചാൽ ഇതൊക്കെ പേസ്റ്റ് ആക്കും. പിന്നെ 6 വെളുത്തുള്ളി. ഇനി ഇതിനെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് സോത്തേ ചെയ്ത് കൊടുക്കാം. ഈ ചാനലിലേക്ക് പുതിയതാണെങ്കിൽ ഹായ് ആൻഡ് വെൽക്കം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് താഴെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്കൊരു ബെല്ലിൻ്റെ ഐക്കൺ കാണും. സോ അത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. സോ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുറച്ച് സോത്തേ ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ബ്രിഞ്ചോൾ ഇട്ട് കൊടുക്കാം. വലിയൊരു പാൻ ഉപയോഗിക്കുന്നതാണ് നല്ലൊരു. ഞാൻ ഈ ചെറിയൊരു പാനിലാണ് ഉണ്ടാക്കുന്നത്. ഷിഫ്റ്റ് ആയ സമയത്ത് എൻ്റെ അടുത്ത് അധികം വലിയ പാൻസ് ഒന്നും ഇല്ലായിരുന്നു. സോ ഈ ഒരു പാന് വെച്ചിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത്. ഇതിനൊന്ന് സോത്തേ ചെയ്ത് കൊടുക്കണം. ഓയിലൊന്ന് എല്ലാ സൈഡിലൊന്ന് ബ്രിഞ്ചോളിൻ്റെ ആവണം. സോ അതുവരെ ഒന്ന് സോത്തേ ചെയ്ത് കൊടുക്കാം. ഈ റെസിപ്പീൻ്റെ ഫുൾ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. ആൻഡ് ഈ ചാനലത്തെ റെസിപ്പീസ് ഏതെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ റിവ്യൂസ് ഇടാം. എനിക്ക് നിങ്ങളുടെ റിവ്യൂസൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബ്രിഞ്ചോളിനെ മഷി ആവുന്ന വരെ കുക്ക് ചെയ്തെടുക്കണം. നല്ലോണം സോഫ്റ്റ് ആവുന്ന വരെ കുക്ക് ചെയ്തെടുക്കണം. സോ ഒരു ലിഡ് ഇട്ട ശേഷം എല്ലാ ഒരു 5 മിനിറ്റ്സ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ താഴെ പറ്റി പിടിക്കും. സോ ഇത് മഷി ആവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ബ്രിഞ്ചോൾ അത്യാവശ്യത്തിന് ഒരു സോഫ്റ്റ് ആയിരിക്കുന്നു. പക്ഷേ ഇതിന് ഇനി ഒരു 5 മിനിറ്റ്സ് ഞാൻ അടിച്ചിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യാൻ പോവാം. സോ ബ്രിഞ്ചോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വിധത്താണ് ആവേണ്ടത്. നല്ല മഷി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആൻഡ് നല്ലോണം കുക്കായിട്ടുണ്ട് ബ്രിഞ്ചോൾ. ഇനി ഞങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ മിക്സ്ചറിനെ ഒന്ന് കൂൾ ചെയ്യാം. ഇത് കൂളായ ശേഷം മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഇനി ആ സെയിം പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണ പാർന്ന് കൊടുക്കുക. ഓയിലിൻ്റെ പകരം ബട്ടറും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക, കുറച്ചുകൂടി അധികം ഫ്ലേവർ വരും.
1/4 ടീസ്പൂൺ മസ്റ്റേർഡിൻ്റെ സീഡ് ഇടുക. 1/4 ടീസ്പൂൺ ക്യൂമിൻ, 1/4 ടീസ്പൂൺ സ്പ്ലിറ്റായ ഉരുദ് ദാൽ, 1/4 ടീസ്പൂൺ ബംഗാൾ ഗ്രാം. ഈ ഉരുദ് ദാലും ബംഗാൾ ഗ്രാമും ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇതിന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എനിക്കറിയാം ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്താണ്, എങ്ങനെയാണ് ഈ ടിക്ക ഗ്രേവി ഉണ്ടാക്കുന്നത്. പക്ഷേ ട്രസ്റ്റ് മീ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗ്രേവി ഭയങ്കര നല്ലതാണ്. ആൻഡ് ഒരു ചിക്കൻ ടിക്ക ആ ഒരു ടൈപ്പ് ഗ്രേവി ആയിട്ട് തന്നെയാണ് വരിക. ഇനി ഒരു ഉള്ളി ഇട്ട് കൊടുക്കുക ആൻഡ് നല്ലോണം ഒന്ന് സോത്തേ ചെയ്ത് കൊടുക്കുക. ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക ആൻഡ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ. ഇതിനെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി 2 ഹീപ്ഡ് ടേബിൾ സ്പൂൺ കോൺസെൻട്രേറ്റഡ് ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ടൊമാറ്റോ പേസ്റ്റ് വീട്ടിലില്ലെങ്കിൽ 1.5 ടൊമാറ്റോ നല്ലോണം ചെറുതാക്കി മുറിച്ചിട്ട് നല്ലോണം സോത്തേ ചെയ്തെടുക്കണം, ഡ്രൈ ആവുന്ന വരെ. ഇനി ആ പ്യൂരേൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് സോത്തേ ചെയ്തെടുക്കണം. സോ മസാല കുക്കായ ശേഷം ബ്രിഞ്ചോളിനെ പേസ്റ്റ് ആക്കാൻ പറഞ്ഞിട്ടില്ല. സോ ആ ബ്രിഞ്ചോൾ പേസ്റ്റും പിന്നെ ആദ്യം പൊടിച്ച് വെച്ച ഡ്രൈ മസാല കൂടിയും ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഉള്ളി, ഉരുദാൽ അങ്ങനത്തെ സാധനങ്ങളും ഒക്കെ ഫുള്ള് വേണമെങ്കിൽ ഒരു പ്രാവശ്യം മിക്സിയിൽ ഇട്ടിട്ട് നല്ലോണം പേസ്റ്റ് ആക്കി എടുക്കാൻ പറ്റും. പക്ഷേ ഈ ഗ്രേവിയിൽ ഞാൻ വേറെ ഒരു പീസായിട്ടില്ല ഒന്നും ഇടുന്നില്ല. സോ എനിക്ക് കുറച്ച് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉരുദാലും ചനദാലും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പും ചെയ്യാം, ഇല്ലെങ്കിൽ അതിനെ ഫുൾ പേസ്റ്റ് ആക്കിയിട്ടും എടുക്കാൻ പറ്റും. ഇനി 2 കപ്പ് വെള്ളം പാർന്നിട്ട് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇതിന് കുക്ക് ചെയ്തെടുക്കണം ഒരു 10-15 മിനിറ്റ്സത്തേക്ക്. ഗ്രേവിക്ക് ഉപ്പ് കുറവായിരുന്നു, അതിനുകൊണ്ട് ഞാൻ കുറച്ചുകൂടിയും ഉപ്പിട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, വേണമെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷണലാണ്. ആൻഡ് കുറച്ച് ഫെനുഗ്രീക്ക് ലീഫ് കൂടിയും ഇട്ട് കൊടുക്കാം. എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര കൂടിയും ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ് ഞങ്ങളുടെ ഗ്രേവി റെഡിയാണ്. സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ കോളിഫ്ലവർ, പൊട്ടാറ്റോ അല്ലെങ്കിൽ ബ്രിഞ്ചോളിൻ്റെ കഷ്ണം അതൊക്കെ ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ ഈ ഗ്രേവിയിലേക്ക് ഇടാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ലൈക്ക് ഓരോ കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മിക്സ്ഡ് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇടാൻ പറ്റും. ഈ പ്രാവശ്യം വീട്ടിൽ അധികം സാധനങ്ങളില്ലായിരുന്നു, സോ ഗ്രേവി മാത്രമായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. നിങ്ങൾക്കിത് നാൻ, ചപ്പാത്തി അല്ലെങ്കിൽ ജീര റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റും. ഞാൻ ചപ്പാത്തിയായിരുന്നു വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഷുവറാണ് ആർക്കും ടേസ്റ്റ് ചെയ്താൽ മനസ്സിലാവില്ല ഇത് ബ്രിഞ്ചോളിനോണ്ട് ഉണ്ടാക്കിയ ഒരു ഗ്രേവിയാണ്. സോ ട്രൈ ചെയ്ത് നോക്കൂ. ആൻഡ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.